എമ്പുരാന്റെ അടുത്ത ഭാഗം എൽ 3 അസ്രയേൽ ഉടനെ ഉണ്ടാകുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുകയാണ്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ എമ്പുരാന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചതോടെ അസ്രയേൽ ട്രെൻഡിംഗ് ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ. പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും വലിയ തിരിച്ചടിയായ ചിത്രമാണ് എമ്പുരാൻ. സിനിമ ഹിറ്റാണെങ്കിൽ ഹൈപ്പിനൊത്ത് വന്നതുമില്ല. ഇതിനു പുറമെ രാഷ്ട്രീയ വിവാദവുമായി. ഇതോടെ പൃഥ്വിരാജിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. വിവാദ സീനുകൾ നീക്കേണ്ടി വന്നു. പൃഥ്വിയുടെ ഹേറ്റേഴ്സിന്റെ എണ്ണം കുത്തനെ കൂടുകയും ചെയ്തു. ലൂസിഫർ ഉണ്ടാക്കിയ ഖാദി ഇല്ലാതാക്കി. വിഷയത്തിൽ വ്യക്തമായി മറുപടി തരാൻ പോലും പൃഥ്വിരാജിന് കഴിഞ്ഞില്ല. മോഹൻലാലിനേക്കാൾ വിമർശനം വന്നത് പൃഥ്വിരാജിനാണ്. വിവാദങ്ങളിൽ പൃഥ്വിരാജിന് വേണ്ടി സഹപ്രവർത്തകരെക്കാൾ സംസാരിച്ചത് അമ്മ മല്ലിക സുകുമാരനാണ്. ഏറെക്കാലമായി പരിസരത്തിനൊടുവിൽ പൃഥ്വിരാജ് തയ്യാറാക്കിയ സിനിമയായിരുന്നു എമ്പുരാൻ. ബഡ്ജറ്റ് കോടികൾ. എമ്പുരാന് വേണ്ടി ചില പ്രോജക്റ്റിൽ താൻ വേണ്ടെന്ന് വെച്ചെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ചില സിനിമകളുടെ ഷൂട്ടും എമ്പുരാന്റെ തിരക്ക് കാരണം നീണ്ടുപോയി. ഇത്രയും ത്യാഗങ്ങൾ ഉണ്ടായിട്ടും പൃഥ്വിക്ക് എമ്പുരാനിലൂടെ ലഭിച്ചത് വലിയ വിമർശനങ്ങൾ മാത്രമാണ്. ഇന്നും ഈ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. വിവാദം മാറ്റി നിർത്തിയാലും എമ്പുരാൻ പൃഥ്വിക്ക് മോശം പേരാണ് നൽകിയത്. സംവിധാനത്തിൽ പ്രശ്നമുണ്ടെന്ന് അഭിപ്രായങ്ങൾ വന്നത്. വലിയ സെറ്റപ്പും ആക്ഷൻ രംഗങ്ങൾക്കും അപ്പുറം കാര്യമായി കഥ എമ്പുരാനിൽ ഇല്ലായിരുന്നു. മേക്കിങ്ങിലെ മികവ് തിരക്കഥയിൽ വന്നില്ല. ബാലിശമായ കഥാഗതിയെന്നും ലൂസിഫറിലുണ്ടാക്കിയ ഹൈപ്പ് എമ്പുരാൻ തകർത്തുമെന്ന വിമർശനങ്ങൾ വന്നു. ഇതിനെല്ലാം മറുപടി നൽകാൻ പൃഥ്വിരാജിക്ക് മുന്നിലുള്ള വഴിയാണ് അസ്രയേൽ. അസ്രയേൽ ഉറപ്പായും വരുമെന്നാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയത്.